ആ പ്രദേശത്ത് ഇരുട്ട് പരത്തും, ആ പ്രദേശത്തെ അന്ധതയിൽ ആഴ്ത്തിക്കളയും. അങ്ങനെയുള്ള ഒരു വിടവാണ് ബഹുമാനപ്പെട്ട നമ്മൾ എപ്പോഴും ഓർക്കാറുള്ള ബാവ മുസ്ലിയാരുടെ മരണത്തോടുകൂടി ഈ പ്രദേശം ഇവിടെ നിറ സാന്നിധ്യമായിരുന്നു എന്നത് ഒരു അലങ്കാരത്തിന്റെ പദമല്ല. എന്റെ അനുഭവത്തിൽ തന്നെ എന്റെ വീട്ടിൽ അടക്കം നമ്മുടെ പട്ടാമ്പിയിലെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഞാനുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ തന്നെ നേരിട്ട് വന്ന് ചില കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം വളരെ ലളിതമായ രൂപത്തിലുള്ള, നമ്മൾ വളരെ ടെൻഷനോടെ പ്രയാസപ്പെട്ടു വന്ന ചില കാര്യങ്ങൾ വളരെ ലളിതമായ രൂപത്തിൽ അദ്ദേഹം പരിഹരിച്ച് വളരെ സന്തോഷത്തോടു കൂടെ നമ്മൾ തിരിച്ചു പോകാറുണ്ട്. ഞാൻ ഓർക്കാണ് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം ഇപ്പോഴും വല്ലപ്പുഴയിൽ ജോലി ചെയ്യും. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വലിയൊരു വിഷമത്തിലാണ്. ഞാൻ ചോദിച്ചു, എന്താ സാറേ, എന്താ ഡോക്ടറെ പ്രയാസം? അദ്ദേഹത്തിന്റെ വീട്ടില് എല്ലാ ദിവസവും രാവിലെ ഭദ്രമായി, ഏത് രൂപത്തിൽ എങ്ങനെ ഭദ്രമായി അടച്ച റൂം, ആ റൂമില് നേരം വെളുത്താൽ വെള്ളം തളം കെട്ടി നിൽക്കുന്നുണ്ടാവും. ഞാൻ ആകെ പ്രയാസത്തില. ഞങ്ങള് ആ വീട്ടില് വിളക്ക് കത്തിച്ച് കാവലിരുന്ന ചില ദിവസങ്ങളല്ലാത്ത ബാക്കി എല്ലാ ദിവസവും ആ വീട്ടില് വെള്ളം തളം കെട്ടി നിൽക്കും. ആ റൂമില് വെള്ളം തളം കെട്ടി നിൽക്കും. രാവിലെ റൂം തുറന്നു നോക്കിയാല് ആ റൂമിൽ വെള്ളം ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നുണ്ടാവും. വെള്ളം ഒലിച്ചിറങ്ങാൻ പഴുതുള്ള ഭാഗത്തു കൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങും. അങ്ങനെ ഒരു പ്രയാസം. ഇദ്ദേഹം ഇപ്പോഴും ഞങ്ങളുടെ വല്ലപ്പുഴയിൽ ജോലി ചെയ്യുന്ന ഡോക്ടറാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല. എങ്ങനെയാണ് വെള്ളം തളം കെട്ടി നിൽക്കുന്നത്, എന്താണ് അതിന്റെ പ്രതിവിധി എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നേരെ ബാവ മുസ്ലിലേക്ക് വിളിച്ചു. ബാവ മുസ്ലിയാര് ഡോക്ടറോട് നേരിട്ട് സംസാരിച്ചു. എപ്പോഴാണ്, എങ്ങനെയാണ്, അതിന്റെ രൂപങ്ങളൊക്കെ മനസ്സിലാക്കി. അങ്ങനെ ഡോക്ടറോട് ഒരു ദിവസം ബാവ മുസ്ലിയാരെ നേരിൽ കാണാൻ വേണ്ടി വരാൻ പറഞ്ഞു. ഒരു 2-3 ദിവസം അവർ നേരിൽ കാണാൻ താമസിച്ചുള്ളൂ. എന്താണ് ബാവ മുസ്ലിയാർ ചെയ്തത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ പ്രശ്നം അതോടുകൂടെ അവസാനിച്ചു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇങ്ങനെയുള്ള അദ്ദേഹം അങ്ങേയറ്റം മാനസികമായി പ്രയാസപ്പെട്ടൊരു കാര്യമാണ് ആ ഡോക്ടർ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, വലിയ വലിയ ചില പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ടൊക്കെ ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ സമീപിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഈ പ്രദേശത്ത് നിറഞ്ഞു നിന്നിരുന്ന എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ദീർഘകാലത്തെ ഖത്തീബായിരുന്നു. മതരംഗത്ത് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുമ്പിലുള്ള ഒരു വഴികാട്ടിയായിരുന്നു ബഹുമാനപ്പെട്ട. അങ്ങനെയുള്ള ആളുകളുടെ നഷ്ടം ഒരുപാട് കാലം കഴിഞ്ഞാലും നികത്താൻ കഴിയാത്തൊരു നഷ്ടം. അത്തരം ആളുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്, അവര് നടന്ന നല്ല പാത, ആ പാതയിലൂടെ നമ്മളും സഞ്ചരിക്കുക, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അവർ കാണിച്ചു തന്ന ആ നല്ല സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഈ രാജ്യത്ത് നിലനിർത്തി കൊണ്ടുപോവുക. ഇവിടെ ബഹുമാനപ്പെട്ട ഭാസ്കര മാഷ് സൂചിപ്പിക്കണ്ടായി, ഞങ്ങള് ദീർഘകാലത്തെ ബന്ധമായിരുന്നു. ബാവ മുസ്ലിയാരെ എന്ന് പലപ്പോഴും ഞാൻ വിളിക്കാറില്ല. എന്റെ ഒരു ചെറിയ അനുജനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നത്. അതുകൊണ്ട് ബാവ എന്നാണ് അടുത്ത കാലം വരെ ഞാൻ വിളിച്ചിരുന്നത്. എന്തൊരു നല്ല ബന്ധമാണ് ആ ബന്ധം. ഈ ബന്ധങ്ങളൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്.
നമ്മുടെ നേതാക്കന്മാര്, ആലിമീകൾ, പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന ആ സൗഹാർദ്ദം രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായ, അതുപോലെ വിഭാഗീയതകൾക്കും അത്തരം മറ്റുള്ള ചിന്തകൾക്കൊക്കെ അതീതമായ നല്ല ബന്ധമായിരുന്നു ഇത്തരം ആളുകളൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ബന്ധം. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള അങ്ങേയറ്റം നമ്മൾ ആദരിക്കുന്ന മഹാന്മാർ, ഇതുപോലെയുള്ള പണ്ഡിതന്മാർ, ഇവരൊക്കെ ബഹുമാനപ്പെട്ട ഈ സമുദായത്തിന് നേതൃത്വം നൽകുന്ന ഇത്തരം ആളുകളൊക്കെ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ ശ്രേഷ്ഠമായ മതസൗഹാർദ്ദം